അപ്പം അത് ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി എഴുതിയിട്ട് അവിടെ തൊട്ട് പറഞ്ഞുതരാം. അതായത് ഓൺലൈനിൽ കയറുന്നവർക്ക് ഇത് ആദ്യമായിട്ടായിരിക്കും ഇത് പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതിനകത്തുനിന്ന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ്റെ മോഡലാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പഠിക്കുക. ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ എഴുതുകയാണ്, നോക്കിക്കോളൂ. A planet moves around. അത് അലീഷ ചെയ്തായിരുന്നോ? Yes, sir. Around the sun is nearly. എന്നാൽ അലീഷ ചെയ്തതിൻ്റെ ലാസ്റ്റ് ഉത്തരം തെറ്റായിരിക്കുമെന്ന് ഞാൻ ഗസ് ചെയ്യുവാണേ. ഈസ് നിയർലി നമുക്ക് നോക്കാം ഇത് തന്നെയാണോ എന്ന് പറഞ്ഞാൽ മതി. നിയർലി സർക്കുലാർ ഓർബിറ്റ്. its period depends on radius small letter r എന്ന് കൊടുത്തു, comma mass of the sun capital M എന്ന് കൊടുത്തോളൂ. അതേപോലെ തന്നെ ആൻഡ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G. derive the expression for its time period അതായത് ഒരു പ്ലാനറ്റ് അതായത് ഇത് സണ്ണാണ്, ഇത് പ്ലാനറ്റാണ്. ഈ പ്ലാനറ്റ് സണ്ണിന് ചുറ്റിനും എന്ത് ചെയ്യുക, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കറങ്ങിയിട്ട്, അതായത് പ്ലാനറ്റ് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, ഈ പ്ലാനറ്റ് കറങ്ങി തിരിച്ച് ഇവിടെ വരുമ്പോഴുള്ള ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ടൈം ടേക്കൺ ഫോർ 1 കംപ്ലീറ്റ് ഓസിലേഷനോ 1 കംപ്ലീറ്റ് റൊട്ടേഷനോ ഒക്കെ നിങ്ങൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ടൈം പീരീഡ് അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ടി ആണ്. അപ്പോൾ ഈ ടൈം പീരീഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്, ഈ കറങ്ങുന്ന പാത്തിൻ്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഈ സണ്ണിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ സണ്ണും നമ്മുടെ ആ പ്ലാനറ്റും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത് ഒരു പുതിയ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതാണ്. അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു മറ്റേ ഇതിൻ്റെയൊക്കെ നമ്മൾ ഓക്കെ ആണെന്ന് തോന്നുന്നു. അതായത് ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. അതായത് ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. എന്നാൽ ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ, അതായത് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ നമ്മൾ ഇവിടോട്ട് എടുത്ത് എഴുതുക. എന്നിട്ട് എന്തൊക്കെയാണോ തന്നിരിക്കുന്നത്, അതായത് ഈ നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ ഓർഡറെല്ലാം കൊടുക്കുക. R ക്യാപിറ്റൽ M G ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആക്കുക. അതായത് T ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു R M G. ഒരു കാര്യം കൂടെ ഓർത്തോണം, R⁻x എന്ന് എഴുതുക, M⁻I എന്ന് എഴുതുക, G⁻Z എന്ന് എഴുതുക. അതായത് തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ XYZ എന്നങ്ങ് പവർ കൊടുത്താൽ മതി. ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ അല്ലാത്തവർ പറയണേ. അർജുനെ മോനെ കേൾക്കാമോടാ? അർജുൻ കേൾക്കാം. ഓക്കെ. നീ എവിടം വരെ, നീ നോട്ടെല്ലാം എഴുതിയായിരുന്നോ? എഴുതി. എവിടം വരെ എഴുതി? ലാസ്റ്റ് തന്നിടം വരെ എഴുതി. ലാസ്റ്റ് തന്നിടം വരെ നീ എഴുതിയ നോട്ട്സ് എല്ലാം ഒന്ന് അയക്കണേ. അല്ലെങ്കിൽ ഇത് ആരാ ഇവിടെ പഠിക്കുന്നവർ, കൂടെ പഠിക്കുന്ന ആരുണ്ട്? അറിയൂല. നീ ഏതാ എടുത്തിരിക്കുന്നത്, ബയോമാക്സോ കമ്പ്യൂട്ടർ സയൻസ്? കമ്പ്യൂട്ടർ സയൻസ്. അപ്പം കമ്പ്യൂട്ടർ സയൻസിൽ ആരുണ്ട്? ആ കമ്പ്യൂട്ടർ സയൻസിൽ ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഒന്ന് നോട്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും പറയാം. ഓക്കെ, നോക്കിക്കോ. സർ, മാർത്തോമയിലുള്ള അർജുനാണോ? മാർത്തോമയിലല്ലേടാ മോനെ പഠിക്കുന്ന നീ? ആണാണ്. ആ ഓക്കെ. എന്റെ ക്ലാസ്സിലാ സർ. ആണോ? ആ ഓക്കെ. അപ്പം നോട്ട്സ് ഒന്ന് PDF ആയിട്ട് ഒന്ന് അയച്ചു കൊടുത്തേക്കണേ അലീഷ.
ഓക്കെ സർ. ഓക്കെ, നോക്കിക്കോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ നോക്കിക്കോ. അതായത് ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ റേസ് ടു എക്സ് എം റേസ് ടു വൈ ജി റേസ് ടു ഇസഡ് എന്ന് എടുത്തു. ഓക്കെ, ഇനി നമുക്കറിയാം പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു ആക്കാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടി ഈക്വൽ ടു ആ കോൺസ്റ്റൻറ്റിനെ കെ എന്ന് എടുക്കാം. കെ ഇൻറ്റു ആർ റേസ് ടു എക്സ് ഇൻറ്റു എം റേസ് ടു വൈ ഇൻറ്റു ജി റേസ് ടു ഇസഡ് എന്നാക്കാം. ആണോ 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 പാർവണേ? ഇങ്ങനെ ഈ പറഞ്ഞത് വെച്ചിട്ട് ഇങ്ങനെയല്ലേ ചെയ്യണ്ടേ? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതിനകത്തുള്ള ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻ കൊടുക്കുക. അതായത് നമുക്കറിയാം ടൈം പീരീഡിൻ്റെ ഡയമെൻഷൻ എന്താണ്? ടൈം പീരീഡിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ലെറ്റർ ടി തന്നെയാണ്. റേഡിയസിൻ്റെ ഡയമെൻഷൻ ലെങ്ത് ആയതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ എൽ തന്നെയാണ്. നമ്മുടെ മാസിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ലെറ്റർ എന്താണ്? എം തന്നെയാണ്. അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡയമെൻഷൻ തന്നായിരുന്നല്ലോ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ ആ ബോക്സിൽ തന്നായിരുന്നു. അതിൻ്റെ ഡയമെൻഷൻ എന്താണെന്നറിയാമോ? എം റേസ് ടു -1 എൽ റേസ് ടു 3 ടി റേസ് ടു -2. ആണോ? അതാണോ തന്നേന്ന് നോക്കിയേ. ആണോ അലീഷ? അതാണോ തന്നേ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ? ഓക്കെ, ഇനി എന്ത് ചെയ്യാന്നറിയോ? ഈ ഡയമെൻഷൻ എല്ലാം എന്ത് ചെയ്യുക? എന്നിട്ട് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ നോക്കിയോ, ഈ ടിക്ക് പകരം എന്ത് എഴുതാം? ഡയമെൻഷൻ ടി എന്ന് എഴുതി. ഈസിക്കൽ ടു കെയുടെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. അതായത് 1 ആയിട്ടല്ലേ അവർ തരും. അപ്പോൾ 1 എന്നങ്ങ് എടുത്താൽ മതി. ഇനി 1 എഴുതിയാലും 2 എഴുതിയാലും 3 എഴുതിയാലും അത് ഡയമെൻഷൻ എഴുതുമ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചാണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസിൻ്റെ ഡയമെൻഷൻ എന്താ? ലെങ്ത് ആണ്. ലെങ്തിന് വെളിയിൽ മണ്ടയ്ക്ക് പവറായിട്ടൊരു എക്സ് ഉണ്ട്, അത് വെളിയിൽ കൊടുക്കുക. അകത്ത് കൊടുക്കാതിരിക്കുക, വെളിയിൽ തന്നെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും അകത്ത് കൊടുക്കുന്നതിലും തെറ്റില്ലല്ലോ എന്ന് ചോദിക്കും. അകത്ത് കൊടുക്കുന്നതിലും തെറ്റില്ല, പക്ഷേ ഞാൻ പറയാം, അതിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയോ, അടുത്തത് മാസാണ്. മാസിൻ്റേത് ഡയമെൻഷൻ എം ആണ്, പവർ വെളിയിൽ വൈ ഉണ്ട്. ജി കൊടുക്കുന്ന സമയത്ത് നോക്കിയേ, ജി കൊടുക്കുന്ന സമയത്ത് എം റേസ് ടു -1 എൽ ക്യൂബ് ടി റേസ് ടു -2. കണ്ടോ, ഇവിടെ വെളിയിൽ വേണം ഇസഡ്, പിന്നെയാണ് ഇസഡിനെ അകത്തോട്ട് എടുക്കുന്നത്. ഇവിടെ ഇതിൻ്റെ പവറെല്ലാം 1 ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അകത്തോട്ട് എടുത്ത് ആദ്യമേ എഴുതാമായിരുന്നു, പക്ഷേ അങ്ങനെ എഴുതി പഠിക്കാതിരിക്കുക. ഇനി 3 കാര്യങ്ങൾ സൈഡിലോട്ട് എഴുതി വെച്ചേക്കുക. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ആണെന്നും, എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം മൈനസ് എൻ ആണെന്നും, എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എൻ ആണെന്നും, റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാമെന്നും ഓർത്ത് വെച്ചേക്കണം. ഇത്രയും കാര്യങ്ങൾ എഴുതിക്കോ, സൈഡിലോട്ട് എഴുതിയിട്ടേക്കണം. ഈ ക്വസ്റ്റ്യൻ്റെ സൈഡിലോട്ട്. ഈ ക്വസ്റ്റ്യൻ അല്ല, എല്ലാ ക്വസ്റ്റ്യനും ആപ്ലിക്കബിളാണ്. ഓക്കെ ആണോ? ക്രിസിന് ഓക്കെ ആണോ ഇത്രയും വരെ ഉള്ളത്? ക്രിസിൻ ഓക്കെ ആണോ? ഓക്കെ ഫൈൻ. ഇനി നോക്കിക്കോളൂ, ടി ബ്രാക്കറ്റിൽ കൊടുക്കുന്നു ഈസിക്വൽ ടു, ഇനി എക്സിനെ അകത്തോട്ട് എടുക്കുകയാണ്. കാരണം എൽ റേസ് ടു 1 ദി ഹോൾ റേസ് ടു എക്സാ, എ റേസ് ടു എം ദി ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? എ റേസ് ടു എം ഇൻറ്റു എൻ. അതേപോലെ നമുക്ക് എന്തെന്നാക്കാം? എൽ റേസ് ടു 1 ഇൻറ്റു എക്സ് എന്നാക്കത്തില്ലേ? അതേപോലെ തന്നെ ഇവിടെ എന്താ? എം റേസ് ടു എന്താ? 1 ഇൻറ്റു വൈ ആണ് അല്ലേ? ഇനി നോക്കി, ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എം റേസ് ടു -1 ഇൻറ്റു ഇസഡ് എന്ന് എഴുതേണ്ടി വരും. എൽ റേസ് ടു 3 ഇൻറ്റു ഇസഡ് എന്ന് എഴുതേണ്ടി വരും. അതേപോലെ തന്നെ ടി റേസ് ടു -2 ഇൻറ്റു ഇസഡ് എന്ന് എഴുതേണ്ടി വരും. ഈ സ്റ്റെപ്പ് മനസ്സിലാകാത്തവർ ചോദിക്കാം. ഏതേതാ? ആ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എക്സ് എന്ന് എഴുതുവാണെങ്കിൽ അതിനർത്ഥം എന്തുവാ? എക്സ് റേസ് ടു 1. റേസ് ടു 2 എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലോ എക്സ് റേസ് ടു 1 ഇൻറ്റു 2 എന്നല്ലേ എഴുതുന്നേ? ഓക്കെ ഫൈൻ. അപ്പം അങ്ങനെ എഴുതിക്കോളൂ. ഇനി നോക്കിയോ, നമുക്ക് ടി ഇവിടെ ടി കൊടുക്കുന്നു ഈസിക്വൽ ടു എൽ റേസ് ടു 1 ഇൻറ്റു എക്സ് 1x ആണ്. അപ്പോൾ എൽ റേസ് ടു എക്സ്. അതേപോലെ തന്നെ ഇവിടെ എന്താ എഴുതേണ്ടത്? എം റേസ് ടു വൈ. അതേപോലെ ഇനി ഇവിടെ എന്താ എഴുതേണ്ടത്? എം റേസ് ടു -1 ഇൻറ്റു ഇസഡ് എന്ന് പറയുമ്പോൾ -ഇസഡും, എൽ റേസ് ടു 3 ഇൻറ്റു ഇസഡ് എന്ന് പറയുമ്പോഴത്തേക്കും 3 ഇസഡും,
ടി റേസ് ടു -2 ഇൻറ്റു ഇസഡ് എന്ന് പറയുമ്പോൾ -2 ഇസഡ് എന്നും വരും. ഓക്കെ ആണോ? ഈ സ്റ്റെപ്പ് മനസ്സിലാകാത്തവർ ചോദിക്കാം. ഇനി നോക്കിയേ, ഇനി ഇവിടെ ടി റേസ് ടു അല്ല ഇവിടെ ടി എന്ന് എഴുതുന്നു ഈസിക്വൽ ടു എൽ എല്ലാം ഒരുപോലെ. എൽ ഇപ്പം എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഉണ്ട്. അതേപോലെ എൽ റേസ് ടു 1 ഇൻറ്റു എൽ റേസ് ടു 2 ഉണ്ടെങ്കിൽ എൽ റേസ് ടു 1 + 2 നമുക്ക് എഴുതാം. അതേ പരിപാടി തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ, ഇവിടെ എൽ റേസ് ടു എക്സ് ഉണ്ട്, വീണ്ടും ഇവിടെ ഒരു എൽ റേസ് ടു 3z ഉണ്ട്. അതിനെ ഞാൻ ഒരുമിച്ച് അല്ല, നമ്മൾ ആദ്യം ഓൾറെഡി എം അല്ലേ എഴുതുന്നത്, അപ്പോൾ എം ആദ്യം അങ്ങ് എഴുതാം, പിന്നീട് എൽ എഴുതാം. നോക്കിക്കോളൂ, കാരണം എം എൽ ടി അതാണ് ഓർഡർ. അപ്പോൾ ആദ്യം ഇവിടെ ഒരു എം റേസ് ടു വൈ ഉണ്ട്, ഇവിടെ ഒരു എം റേസ് ടു -z ഉണ്ട്, അത് ഒരുമിച്ച് എഴുതി. അടുത്തത് എൽ റേസ് ടു എക്സ് ഉണ്ട്, എൽ റേസ് ടു 3z ഉണ്ട്, അത് ഒരുമിച്ച് എഴുതി. അടുത്തത് ടി റേസ് ടു -2z ഉള്ളൂ. ഓക്കെ, ഇതിനെല്ലാം കൂടെ ഒറ്റ ബ്രാക്കറ്റിലാക്കി. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. എല്ലാം ഒരുമിച്ച് എഴുതി, എ റേസ് ടു എം എ റേസ് ടു എൻ ആക്കാൻ വേണ്ടി. അടുത്ത സ്റ്റെപ്പിൽ ടി ഇങ്ങനെ കൊടുക്കുന്നു ഈസിക്വൽ ടു ഇവിടെ നമുക്കറിയാലോ ഇത് എം റേസ് ടു വൈ ഇൻറ്റു എം റേസ് ടു ഇസഡ് ആണ്, അപ്പോൾ നമ്മൾ -z ആണ്. അങ്ങനെയാണെങ്കിൽ എം റേസ് ടു വൈ പ്ലസ് -z എന്ന് എഴുതാം. ഇവിടെ എൽ റേസ് ടു എക്സ് പ്ലസ് 3z എന്ന് എഴുതാം. ഇവിടെ ടി റേസ് ടു -2z എന്ന് എഴുതാം. ക്ലോസ്. ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. അടുത്തത് ടി എഴുതി ഈസിക്വൽ ടു ഇത് എം റേസ് ടു വൈ -z എന്നായി, ഇത് എൽ റേസ് ടു എക്സ് പ്ലസ് 3z എന്നായി, അതേപോലെ തന്നെ ടി റേസ് ടു -2z എന്നായി. ഇനി എന്താ സംഭവിക്കേണ്ടതെന്നറിയോ, നമ്മുടെ എൽ എച്ച് എസിലുള്ള ടിയുടെ എമ്മിൻ്റെ എല്ലിൻ്റെയും ടിയുടെയും പവറും ആർ എച്ച് എസിലുള്ള എമ്മിൻ്റെ എല്ലിൻ്റെയും ടിയുടെയും പവറും തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ എൽ എച്ച് എസിൽ ടി മാത്രമേ ഉള്ളൂ, എമ്മും എല്ലും ഇല്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത അവസ്ഥകളിൽ നമുക്ക് വേണമെങ്കിൽ എം റേസ് ടു 0 എന്ന് എഴുതാം, എൽ റേസ് ടു 0 എന്ന് എഴുതാം, ടി ഉണ്ട് ടി റേസ് ടു 1 ഇങ്ങനെ എഴുതാം. അങ്ങനെ ഇല്ലാത്ത അവസരങ്ങളിൽ ഏതാണോ ഇല്ലാത്തത് അത് കമ്പയർ ചെയ്യുന്ന ആവശ്യത്തിന് വേണ്ടി നമുക്ക് റേസ് ടു 0 ആയിട്ട് ഇടാം. റേസ് ടു 0 1 അല്ലേ, ഈസിക്വൽ ടു നമുക്കിവിടെ എം റേസ് ടു വൈ -z, എൽ റേസ് ടു എക്സ് പ്ലസ് 3z, അതേപോലെ ടി റേസ് ടു -2z. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഓൺ കമ്പയറിങ് the power of m, l and t from both side. പവറിനെ നോക്കി, എമ്മിൻ്റെ പവർ ഇവിടെ എന്താ 0, ഇവിടെ എന്താ y -z. അങ്ങനെയാണെങ്കിൽ നമുക്ക് y -z ഈസിക്വൽ ടു 0 എന്ന് കൊടുക്കാം. എല്ലിൻ്റെ പവർ ഇവിടെ 0, ഇവിടെ എക്സ് പ്ലസ് 3y, അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് 3z ഈസിക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഇവിടെ ടിയുടെ പവർ 1, ഇവിടെ ടിയുടെ പവർ -2z, അങ്ങനെയാണെങ്കിൽ നമുക്ക് -2z ഈസിക്വൽ ടു 1 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എക്സും വൈ ഇസഡും കണ്ടുപിടിക്കണം നമുക്ക്. നോക്കിയോ, അപ്പോൾ ഇവിടെ ഇസഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇസഡ് ഈസിക്വൽ ടു -2 ഇപ്പുറത്ത് പോകുമ്പോൾ താഴെ വരും, അപ്പോൾ 1/-2 എന്ന് വരുന്നു. അതിനെ നമുക്ക് -1/2 എന്ന് എഴുതാം. അപ്പോൾ ഇസഡ് -1/2 കിട്ടി. ഇനി നമുക്ക് ഇവിടെ y ഈസിക്വൽ ടു ഇസഡ് അപ്പുറത്ത് പോകുമ്പോൾ y ഈസിക്വൽ ടു ഇസഡ് ആണ്. അപ്പോൾ y ഇസഡ് ആണെങ്കിൽ y എന്ത് തന്നെയായിരിക്കും, -1/2 തന്നെയായിരിക്കും. ഇവിടെ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് ഈസിക്വൽ ടു -3z എന്ന് എഴുതുന്നു. എക്സ് ഈസിക്വൽ ടു -3 ഇൻറ്റു ഇസഡ് എന്ന് പറയുമ്പോൾ -1/2 എന്ന് എഴുതുന്നു. നെഗറ്റീവും പോസിറ്റീവ് വരുമ്പം എക്സ് 3/2 എന്ന് കിട്ടുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഈ എഴുതിയ സ്റ്റെപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഇല്ലെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി, 3/2 കിട്ടി. വൈയുടെ വാല്യൂ -1/2 ഇസഡിൻ്റെ വാല്യൂ -1/2 കിട്ടി. ഈ 3 വാല്യൂവും നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനകത്ത് കൊണ്ട് കൊടുക്കാൻ പോകും. ഫസ്റ്റ് ഇക്വേഷൻ എന്താ, ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ടി ഡയറക്ട്ലി അല്ല, ടി ഈക്വൽ ടു കെ ഇൻറ്റു ആർ റേസ് ടു എക്സ് എം റേസ് ടു വൈ ജി ക്യാപിറ്റൽ ജി റേസ് ടു ഇസഡ്. എക്സും വൈക്ക് ഇസഡിന് വരെ അവിടുത്തെ നമ്പർ കൊടുക്കാം. ടി ഈസിക്വൽ ടു K
കെ ഇൻറ്റു ആർ റേസ് ടു എക്സിന് പകരം ആർ റേസ് ടു 3/2 എന്ന് കൊടുക്കാം. എം റേസ് ടു വൈക്ക് പകരം എം റേസ് ടു -1/2 എന്ന് കൊടുക്കാം. ജി റേസ് ടു ഇസഡിന് പകരം ജി റേസ് ടു -1/2 എന്ന് കൊടുക്കാം. ഇനി നമുക്കറിയാം ഈ എക്സ് റേസ് ടു -2നെ നമുക്ക് 1/x² എന്ന് എഴുതാമെന്ന് പറഞ്ഞ പോലെ തന്നെ എക്സ് റേസ് ടു എം റേസ് ടു -1/2നെ നമുക്ക് 1/m റേസ് ടു 1/2 എന്ന് എഴുതാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ എമ്മിനെയും ജീനെയും താഴെ കൊണ്ടുവന്നിട്ട് എഴുതണം. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ എം റേസ് ടു 1/2 ജി റേസ് ടു 1/2 എന്ന് വരും. ഡൗട്ടുള്ളവർ ചോദിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് നമ്മൾ അങ്ങനെ ആക്കിയത്? റൂട്ട് എക്സിനെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എമ്മിനെയും ജീനെയും റൂട്ടിനകത്ത് എഴുതാം. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എം ജി. ദിസ് ഈസ് ദ റിക്വയർഡ് ഇക്വേഷൻ. ഇത് ചോദിക്കുവാണെങ്കിൽ ഒരു 3 മാർക്കിന് അല്ലെങ്കിൽ ഒരു 4 മാർക്കിന്, ചിലപ്പം ഈ ചാപ്റ്ററിന് ഈ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കത്തുള്ളൂ. ഇത് മനസ്സിലാകാത്തവർ, അർജുൻ ഒഴിച്ച് ബാക്കി ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോ. അർജുന് മനസ്സിലാകാൻ സാധ്യത കുറവാണ്, ചിലപ്പോൾ മനസ്സിലാവും. മനസ്സിലായായിരുന്നോ അർജുന്? മനസ്സിലായി. ഓക്കെ. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഡൗട്ട് വെച്ച് അടുത്ത ടോപ്പിക്കിലേക്ക് പോകരുത്. അലീഷ, ഇത് തന്നെയാണോ അലീഷ കിട്ടിയേ? സാർ എനിക്ക് ആ ഫ്രാക്ഷൻ വരെ കിട്ടി. അതായത് കെ ഇൻറ്റു ആർ റേസ് ടു 3/2 എം റേസ് ടു -1/2 ജി റേസ് ടു -1/2 അത് കിട്ടി. അതുവരെ ഞാൻ ചെയ്തോളൂ. അതിന്റെ അപ്പുറത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് ഫൈനൽ ചിലപ്പോൾ എടുത്ത് തെറ്റാനോ സാധ്യതയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അത് പഠിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അത് നമ്മൾ പഠിപ്പിച്ചില്ലല്ലോ. പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാന്ന് തോന്നുന്നു അല്ലേ? അതെ, പക്ഷെ അതിൽ ഫ്രാക്ഷൻ വരുന്നതില്ലായിരുന്നു. ഇല്ല, അത് ഡയറക്റ്റ് ആയിരുന്നു. ഓക്കെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, പെട്ടെന്ന് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ശ്രീലക്ഷ്മി, മനസ്സിലായോ? സാർ മനസ്സിലായി. ഓക്കെ. പാർവണ എഴുതിയില്ലായിരുന്നു. ഞാൻ ഒന്നുകൂടെ ചെറുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് നോക്കിയേ. കാണാൻ പറ്റുമോ എല്ലാം കൂടെ? ഓക്കെ. ഏതാ? നമ്മൾ സാധാരണ ഒരു ഡയമെൻഷൻ എഴുതുമ്പം LMG എന്നാണോ എഴുതുന്നത്? ആണോ? ആരാ ചോദിച്ചതെന്ന് പറഞ്ഞേ. ആരാ ചോദിച്ചേ? ഹലോ, അക്ഷയ. അക്ഷയ കയറിയായിരുന്നല്ലോ. ഓക്കെ. നമ്മൾ ഇതുവരെ പഠിച്ച ഡയമെൻഷനകത്ത് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ TML എന്നോ അല്ലെങ്കിൽ LMD എന്നോ എല്ലോ ആണോ തന്നിരിക്കുന്നത്? അല്ല, എപ്പോഴും എല്ലാത്തിൻ്റെയും M അല്ലേ മുമ്പിൽ എഴുതിയിരിക്കുന്നത്? അപ്പോൾ അതിനുവേണ്ടി M മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതന്നേ ഉള്ളൂ. M മുമ്പിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ പോലീസ് ഒന്നും പിടിക്കത്തില്ല, നമുക്ക് എഴുതാം. പക്ഷെ നമ്മുടെ ആ ഒരു ഓർഡർ എപ്പോഴും M ആദ്യം വരുന്നത്, M ആദ്യം, L രണ്ടാമത്, T മൂന്നാമത്, അങ്ങനെയാണെന്നുള്ളതുകൊണ്ട് മാത്രം അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ, അറേഞ്ച് ചെയ്ത്. എഴുതിയോ? എല്ലാവരും എഴുതിയോ?
സാർ ഈ ടൈപ്പ് ക്വസ്റ്റ്യനിലെല്ലാം ആദ്യം പ്രൊപ്പോർഷണാലിറ്റി ഇട്ടിട്ട് പിന്നെ ഇക്വേറ്റ് ചെയ്യാൻ കേട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ എന്തുവാണോ കണ്ടുപിടിക്കേണ്ടതെന്ന് അവർ തരും. ഇപ്പോൾ ഇവിടെ ടൈം പീരീഡ്, ഇപ്പോൾ ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അവർ എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് തരും. അങ്ങനെയാണെങ്കിൽ ആ ഡിപ്പെൻഡ് ചെയ്യുന്ന തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ എഴുതിയിട്ട് പവർ എക്സ് വൈ ഇസഡ് എന്നങ്ങ് എടുക്കുക. ഇപ്പോൾ രണ്ടെണ്ണേ ഉള്ളെങ്കിൽ എക്സും വൈ ഒന്നും എടുത്താൽ മതി. ഓക്കെ സാർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ചെക്ക് വെദർ the given equation S is equal to ut plus half at square is dimensionally correct. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ? അപ്പം നമ്മൾ എന്താണ് ഓർക്കേണ്ടത്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഇതിനെ ഒരു ടേമായിട്ട് എടുക്കുക, ഇതിനെ ഒരു ടേമായിട്ട് എടുക്കുക, ഇതിനെ ഒരു ടേമായിട്ട് എടുക്കുക. എൽ എച്ച് എസിലോ ആർ എച്ച് എസിലോ ഉള്ള എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻ ഈക്വലായിട്ട് കിട്ടിയാൽ നമുക്ക് ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് നിയമം. അപ്പം ആദ്യം നിങ്ങൾ തുടക്കം പഠിക്കുന്ന സമയത്ത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് എടുത്ത് എഴുതുക. എസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതായത് ഡിസ്റ്റൻസ് ആണെന്ന് എടുത്താൽ മതി. ഡിസ്റ്റൻസ്, അതിൻ്റെ ഡയമെൻഷൻ എന്താണ്? എല്ലാണ്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അതിൻ്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1 ആണെന്ന് ഞാൻ ബോക്സിൽ തന്നിട്ടുണ്ട്. പിന്നെ ടി എന്ന് പറയുന്നത് ടൈമാണ്, അതിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ലെറ്റർ ടി ആണ്. ഇനി ഹാഫ് എന്ന് പറയുന്ന നമ്പറിന് ഡയമെൻഷൻ ഇല്ല. ഒരിക്കലും ഹാഫ് ഒന്നും ആ ഡയമെൻഷനുമായിട്ട് ഇൻഡു ചെയ്തൊന്നും എഴുതരുത് കേട്ടോ. ഇന്ന് ഓഫ്ലൈൻ വന്നവരൊക്കെ അതുമായിട്ടൊക്കെ ഇൻഡു ചെയ്തൊക്കെ എഴുതി ആ പവറുമായിട്ട് വരെ ഇൻഡു ചെയ്ത ആൾക്കാരുണ്ട്. അതൊന്നും വേണ്ട. ഓക്കെ, ഇനി നോക്കിയോ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. അതിൻ്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -2 ആണ്. അതേപോലെ തന്നെ വീണ്ടും ടൈം തന്നെയാണ്. അപ്പം നമുക്ക് ബാക്കി തന്നെ എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിയേ, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് എന്താ ഹാഫ് എ ടി സ്ക്വയർ. ഡയമെൻഷൻ ഇത് ചെയ്യാം, ഇത് എല്ലാണ്, ഇത് എല്ലാണ് ഡിസ്റ്റൻസ്. ഈസ് ഈക്വൽ ടു യുവിൻ്റേത് എൽ ടി റേസ് ടു -1 ആണ്. പിന്നെ ടീനെയും കൊടുക്കണം സെപ്പറേറ്റ് ആയിട്ട്, ടി ക്യാപിറ്റൽ ലെറ്റർ ടി. ഹാഫിന് ഡയമെൻഷൻ കൊടുക്കണ്ട, പ്ലസ് ഇത് ഹാഫിന് ഡയമെൻഷൻ കൊടുക്കണ്ട. ആക്സിലറേഷൻ എൽ ടി റേസ് ടു -2 ആണ്. വീണ്ടും ടൈം പീരീഡിൻ്റെ ടി ആണ്, പക്ഷേ വെളിയിൽ പവർ സ്ക്വയർ ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ എൽ അതേപോലെ തന്നെ എഴുതുക. ഇവിടെ എൽ റേസ് ടു കണ്ടോ, ഇനിയും ഒരുമിച്ച് എഴുതുക. ടീനെ എന്ത് ചെയ്യുക? ഒരുമിച്ചാക്കുക. അതായത് ടി റേസ് ടു -1 ടി റേസ് ടു 1 ഒരുമിച്ചാക്കുക. ഇനി പ്ലസ് ഇവിടെ അതേപോലെ തന്നെ എൽ ടി റേസ് ടു -2. ഈ 2 അകത്തേക്കാക്കാമല്ലോ, അപ്പോൾ ടി സ്ക്വയർ എന്ന് വരും ഇല്ലേ? അതും ഒരുമിച്ചങ്ങാക്കുക. എന്നിട്ട് എൽ ഇങ്ങനെ വെക്കുക. ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഇതെന്താ, ഒരുമിച്ചാക്കുമ്പോൾ എൽ റേസ് ടു -1 + 1 എന്ന് വരുന്നു. ഇവിടെ എന്താന്ന് വരും? പ്ലസ് എൽ ടി റേസ് ടു -2 + 2 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൽ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? എൽ ടി റേസ് ടു ഇതങ്ങ് എന്തായി പോവും? ടി റേസ് ടു 0 ആയി പോവും. പ്ലസ് ഇവിടെ എന്താ? ഇതും ടി റേസ് ടു 0 ആയി പോവും. അപ്പോൾ അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇതിൻ്റെയും എല്ല് ഈസ് ഈക്വൽ ടു ഇവിടെയും എല്ല് പ്ലസിനപ്പുറത്തും എല്ല്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഡയമെൻഷൻ ഓഫ് ഈച്ച് ടേം ഓൺ LHS and RHS are same. Hence the equation is dimensionally correct.
ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എഴുതിക്കോളൂ. യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി check whether the equation is correct. Equation തന്നിരിക്കുന്നത് t is equal to 2 pi root of L by G. ഇപ്പൊ ആരായിരുന്നു കേറിയത്? സാർ അലൻ. അലനെ ഇന്ന് ജയിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് ജയിപ്പിക്കുന്നത്. ഇപ്പൊ കേറണമെന്നില്ല, കുഴപ്പമില്ല. ഓക്കെ സാർ. ഓക്കെ, അപ്പം നോക്കിയോ, നമുക്കറിയാം ഇവിടെ ഇത് ടൈം പീരീഡാണ്. അപ്പം ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് ടൈം പീരീഡാണ്. അപ്പോൾ ടൈം പീരീഡിൻ്റെ നമുക്കറിയാം, ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ടൈം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്താണ്? ടി ആണ്. 2 പൈ കോൺസ്റ്റൻ്റ് ആണ്, ഡയമെൻഷൻ ഇല്ല. എല്ലിൻ്റെ ഡയമെൻഷൻ എന്താ? എല്ലിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ലെങ്ത് ആണ്. എല്ലിൻ്റെ ഡയമെൻഷൻ സ്ക്വയർ, അതായത് സ്ക്വയർ ബ്രാക്കറ്റിൽ എൽ. ജിയുടെ ഡയമെൻഷൻ, ജി എന്ന് പറഞ്ഞാൽ എന്താ? ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ തന്നെയാണ്. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്താ? L(t⁻²) ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം പറയാം. നമ്മുടെ ഇക്വേഷൻ t ഈസ് ഈക്വൽ ടു 2 പൈ റൂട്ട് ഓഫ് L ബൈ ജി എന്നാണ്. നമ്മൾ ആ റൂട്ടിനെ മാറ്റി പവർ ആക്കാൻ പോവുകയാണ്. എന്നിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, എന്നാലേ എളുപ്പമാകത്തുള്ളൂ. t ഈസ് ഈക്വൽ ടു 2 പൈ, ഇവിടെ എന്താണെന്ന് ചെയ്യാം, എല്ലിനും ജിക്കും റൂട്ടാണ്. അപ്പോൾ നമുക്ക് L ബൈ ജി ദ ഹോൾ റേസ് ടു 1/2 എന്നാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, റൂട്ട് എക്സിനെ എക്സ് റേസ് ടു 1/2 എന്നാക്കുന്ന പോലെ തന്നെ. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടത്തേൻ്റെ ഡയമെൻഷൻ, ഈ ടിയുടെ ഡയമെൻഷൻ ക്യാപിറ്റൽ ലെറ്റർ ടി ആണ്, ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടുത്തെ 2 പൈക്ക് ഡയമെൻഷൻ ഇല്ല, എല്ലിൻ്റെ ഡയമെൻഷൻ എൽ ആണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പം L ബൈ ജിയുടേത് L(t⁻²) ദ ഹോൾ റേസ് ടു എന്തെന്ന് എഴുതുക? 1/2 എന്ന് എഴുതുക. അടുത്ത ഇതിൽ ഡയമെൻഷൻ ടി ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് അകത്തേക്ക് കയറ്റുക, ഓരോ ആൾക്കാരുടെ അകത്തേക്ക് കയറ്റുക. അപ്പോൾ ഇവിടെ L() എന്തെന്ന് വരും? 1/2 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ഇവിടെ L(1/2), അതേപോലെ തന്നെ T(-2) × 1/2 എന്ന് എഴുതാം അകത്തോട്ട് എടുത്തപ്പോൾ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കറിയാം മുകളിൽ L(1/2) ഉണ്ട്, താഴെ L(1/2) ഉണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ പവറിൽ നമ്മൾ വെട്ടിക്കളഞ്ഞ് ബാക്കി -1 ആക്കി. അപ്പോൾ നോക്കിയേ, ഇവിടുത്തെ ഡയമെൻഷൻ ടി ആണ്, ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഡയമെൻഷൻ 1/t⁻⁻1 ആണ്. നമുക്കറിയാം -1നെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ +1 ആവും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡയമെൻഷൻ ടി, ഇതിനെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ t⁻1 തന്നെ ആവും. അപ്പോൾ ടി തന്നെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ, ഈ ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റ് ആണെന്നാണ് ഇത് കാണിക്കുന്നത്. കാരണം LHSലും RHSലും ഉള്ള ആൾക്കാരുടെ ഡയമെൻഷൻ എന്ത് കിട്ടി? ഈക്വലി കിട്ടി.
ഡൗട്ടുള്ളവർ ചോദിക്കാം, എഴുതാനുള്ളവർ എഴുതാം. പെട്ടെന്നായിട്ട് വേണ്ടേ. എഴുതിയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എഴുതാത്തവരുണ്ടെങ്കിൽ പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്, നോക്കിക്കോളൂ. ഇത് തന്നെ ചെയ്യണം, ഞാൻ ഹെൽപ്പ് ചെയ്യത്തില്ല. ചെക്ക് വെദർ the equation v is equal to u plus at dimensionally correct. അപ്പോൾ എഴുതുക v is equal to u plus at. ഓരോരുത്തരുടെയും ഡയമെൻഷൻ എഴുതിയിട്ട് നിങ്ങൾക്ക് അത് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഓരോ ടേം ഈ ടേം ഇത് രണ്ടും ഒരു ടേമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ എല്ലാം കൂടെ ഡയമെൻഷൻ സെയിം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കറക്റ്റാണ്. ഈ ഇക്വേഷൻ ഓൾറെഡി കറക്റ്റാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഡയമെൻഷനിലും കറക്റ്റ് ആയിരിക്കണം. ഓൾറെഡി അറിയാം നമുക്ക് വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1 ആണ്. ഇത് ഇനിഷ്യൽ വെലോസിറ്റി, അതും LT⁻⁻1 ആണ്. പ്ലസ് ആക്സലറേഷൻ ഇത് LT⁻⁻2 ആണ്. പ്ലസ് ഓക്കെ. ഇനിയും അതേപോലെ തന്നെ ടൈമിൻ്റേത് T ആണ്. ഇവിടെ മാത്രം നമുക്ക് ഒരുമിച്ചാക്കിയാൽ മതി, ബാക്കിയുള്ളതെല്ലാം ഒറ്റയ്ക്ക് കിടക്കുന്നതാണ്. LT⁻⁻1 ഈസ് ഈക്വൽ ടു ഇവിടെയും LT⁻⁻1 പ്ലസ് ഇവിടെ LT⁻⁻2. ഇതെന്താ T⁻⁻1 അപ്പോൾ T⁻⁻2 പ്ലസ് 1 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ LT⁻⁻1 ഈസ് ഈക്വൽ ടു LT⁻⁻1 പ്ലസ് ഇവിടെ LT⁻⁻1 എന്ന് എഴുതാം. അപ്പോൾ നോക്കിയേ, ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ എന്ത് കിട്ടി? സെയിം കിട്ടി. ഹെൻസ് ദ ഇക്വേഷൻ നിങ്ങൾ എഴുതണം കേട്ടോ. ഡയമെൻഷൻ ഓഫ് ഈച്ച് ടേം ഓൺ എന്താണ് both side of the LHS and RHS are equal, hence the equation is dimensionally correct എന്ന് എഴുതിയേക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. state number of significant figures in following. ഒന്നാമത്തേത് 0.060607, രണ്ടാമത്തേത് 6.0320, മൂന്നാമത്തേത് 700. ഇനി ഒരു ഇതും കൂടെ തരാം.
നാലാമത്തേത് 0.007, അഞ്ചാമത്തേത് 2.64 ഇൻറ്റു 10⁻²⁴, ഏഴാമത്തേത് 0.2370, എട്ടാമത്തേത് 6.320. ഇതിനകത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കണം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഞാൻ പഠിപ്പിച്ചെന്നായിരുന്നു. ഓൾ നോൺ സീറോ ഡിജിറ്റ് എന്താണ്? ഓൾ നോൺ സീറോ ഡിജിറ്റ് സിഗ്നിഫിക്കൻ്റ് ആണ്. അതേപോലെ തന്നെ സീറോസ് വരുന്ന നമ്പറുകളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ലീഡിങ് സീറോ, രണ്ട് ട്രാപ്ഡ് സീറോ, മൂന്ന് എന്താണ്? ട്രെയിലിംഗ് സീറോയിന് രണ്ട് കേസുണ്ട്. ഡെസിമൽ ഉള്ള കേസും ഉണ്ട്, ഡെസിമൽ ഇല്ലാത്ത കേസും ഉണ്ട്. ഡെസിമൽ ഉള്ള നമ്പറിൻ്റെ കേസിൽ ഒരു പെർട്ടിക്കുലർ രീതി, നോൺ ഡെസിമൽ. അപ്പം എല്ലാ നോൺ സീറോ ഡിജിറ്റും സിഗ്നിഫിക്കൻ്റ് ആണ്. ലീഡിങ് സീറോ ഉള്ളത് നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. ട്രാപ്ഡ് സീറോ ഉള്ളത് സിഗ്നിഫിക്കൻ്റ് ആണ്. ട്രെയിലിംഗ് സീറോയിൽ ഡെസിമൽ ഉള്ളതാണെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആണ്, ഡെസിമൽ ഇല്ലാത്ത നമ്പർ ആണെങ്കിൽ നോൺ സിഗ്നിഫിക്കൻ്റ്. ലീഡിങ് സീറോ എന്ന് പറയുമ്പോൾ മുമ്പിൽ വരുന്ന സീറോ ഉള്ള നമ്പറുകൾ. ട്രാപ്ഡ് സീറോ എന്ന് പറയുമ്പോൾ രണ്ട് നമ്പറിന് ഇടയ്ക്കുള്ള സീറോ വരുന്ന നമ്പറുകൾ. പിന്നെ ട്രെയിലിംഗ് സീറോ എന്ന് പറയുമ്പോഴത്തേക്കും പുറകിൽ സീറോ വരുന്ന നമ്പറുകൾ. അപ്പോൾ അത് ഡെസിമൽ ഉണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഡെസിമൽ ഇല്ലെങ്കിൽ നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ അർജുന് വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ, അർജുന് വേണ്ടി. ബാക്കിയുള്ളവർക്കെല്ലാം ഇത് പഠിച്ചാണ്. നോക്കിക്കോളൂ. അർജുനോട് ചോദിക്കും, അർജുന ഈ സീറോ ഏതാ? അർജുനെ, ഇപ്പം ഞാൻ ഈ പഠിപ്പിച്ചതിൽ ഈ സീറോ ഏതാ? ഈ ഇപ്പം ഞാൻ ഈ ക്വസ്റ്റിനകത്ത് കാണിച്ചത് ഞാനിപ്പോൾ പഠിപ്പിച്ചില്ലേ സീറോസിൻ്റെ? അത് ഫസ്റ്റ് വൺ ലീഡിങ് സീറോ. ലീഡിങ് സീറോ എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? സിഗ്നിഫിക്കന്റ്. ലീഡിങ് സീറോ നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ICC പഠിച്ച ആളായതുകൊണ്ട് തന്നെ, ICC പഠിച്ചല്ലേ മോൻ? ICC. അപ്പോൾ അതിനകത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. പക്ഷേ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ലോ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അതൊന്നും മനസ്സിലാവത്തില്ല, 100% പറയുകയാണ്, അതൊന്നും മനസ്സിലാവത്തില്ല. അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ പോലെ ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് പഠിച്ചു വെക്കുക, എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ലീഡിങ് സീറോ നോൺ സിഗ്നിഫിക്കൻ്റ്. അപ്പോൾ ഇത് കൂട്ടണ്ടല്ലോ, രണ്ടെണ്ണം കൂട്ടണ്ട. ബാക്കി ഈ 6 കൂട്ടണോ? വേണം. ഈ 0 കൂട്ടണോ? കൂട്ടണം. ഈ 6 കൂട്ടണോ? കൂട്ടണം. ഈ 0 ട്രാപ്ഡ് ആയതുകൊണ്ട് അതും കൂട്ടണം, 7ഉം കൂട്ടണം. അപ്പോൾ മൊത്തം എത്ര സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് ഉണ്ട്? 5. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണ്. രണ്ടാമത്തെ ഇത് കൂട്ടണോ? ഇത് കൂട്ടണോ? കൂട്ടണം. ഇനി ഈ സീറോയുടെ പ്രത്യേകത എന്താ? അത് ലാസ്റ്റ് വരുന്നത്. അതിനെ നമ്മൾ ട്രെയിലിംഗ് സീറോ എന്നാ പറയാ, അല്ലേ? അതെ. ട്രെയിലിംഗ് സീറോയിൽ രണ്ട് കേസ് ഉണ്ട്, ഡെസിമൽ ഉള്ളതും ഡെസിമൽ ഇല്ലാത്തത്. ഇത് ഡെസിമൽ ഉള്ളതാണോ? അല്ല, ഡെസിമൽ ഉള്ളതാ. അപ്പോൾ അത് സിഗ്നിഫിക്കൻ്റ് അല്ലേ? സിഗ്നിഫിക്കൻ്റ്. അപ്പോൾ മൊത്തം എത്ര സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്? 5. ഓക്കെ, വെരി ഗുഡ്. ഇതിനകത്ത് ഒന്ന് പറഞ്ഞേ. അത് 1. ഇത് 1 ഉള്ളൂ. കാരണം എന്താ? ഇത് ട്രെയിലിംഗ് ആണ്, പക്ഷെ ഡെസിമൽ ഇല്ല. അപ്പോൾ കൂട്ടണ്ട, ഇതും കൂട്ടണ്ട, ഇത് കൂട്ടിയാൽ മതി, 1. ഇതൊന്ന് പറഞ്ഞേ. അത് 3 ഇല്ലേ? അതായത് അതെങ്ങനെ 3 വന്നേ? ആ പോയിന്റ് ഡെസിമൽ ഉള്ളതും അങ്ങനെ പഠിക്കല്ലേ, അത് സ്കൂളിൽ പഠിപ്പിച്ചല്ലയോ? ഇത് പഠിപ്പിച്ചാണ്. അത് വെച്ചാണോ പഠിച്ചേ? അപ്പോൾ അത് വെച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ലീഡിങ് സീറോ ആണല്ലോ. ആണ്. ലീഡിങ് സീറോയിൽ ഡെസിമൽ ഉള്ള നമ്പർ വന്നാലും ഡെസിമൽ ഇല്ലാത്ത നമ്പർ വന്നാലും നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇതും കൂട്ടണ്ട, ഇത് മാത്രം കൂട്ടിയാൽ മതി, 1. ഓക്കെ, ഇതാണ് ട്രിക്ക്. ഈ ഒരു ഒറ്റ ട്രിക്കേ ഉള്ളൂ, വേറെ ഒരു ട്രിക്കും ഇല്ല. നിങ്ങളുടെ സ്കൂളിലത്തെ പഠിപ്പിച്ച ട്രിക്ക് വെച്ച് പഠിക്കാൻ, അല്ല ട്രിക്കല്ല, ആ ലോ വെച്ചിട്ട് പഠിക്കാൻ പോയാൽ ഇപ്പോൾ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ വരും. ഓക്കെ, ഇനി ഇത് സിഗ്നിഫിക്കൻ്റ് ആണോ? ഇതിനകത്ത് ഇത് സിഗ്നിഫിക്കൻ്റ് ആണോ? 3. ഈ പവർ കൂട്ടേണ്ട ആവശ്യമില്ല, അല്ലയോ? വേണ്ട. 3. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇതോ? അതും ഇത് 4.
അതായത് ഇത് ലീഡിംഗ് ആണ്, ഡെസിമൽ ഉള്ളതാണ്, ഡെസിമൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലീഡിംഗ് നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇത് കൂട്ടണ്ട, ഇത് കൂട്ടി ഇത് കൂട്ടി ഇത് കൂട്ടി ഇത് കൂട്ടി മൊത്തം 4. ഇത് കൂട്ടാം ഇത് കൂട്ടാം ഇത് കൂട്ടാം ഇത് കൂട്ടും. ഇല്ലല്ല, കൂട്ടാൻ പറ്റത്തില്ലേ? ലാസ്റ്റ് പിന്നെ ലാസ്റ്റ് ഡെസിമൽ കൂട്ടാം. കൂട്ടാം. അപ്പോൾ എത്ര? 4. അപ്പോൾ ഇതല്ലേ ഓർത്തിരിക്കുക എളുപ്പം. അപ്പോൾ അത് പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്ത ഒരു ക്വസ്റ്റ്യൻ, 1 മൈക്രോൺ ഈസ് ഈക്വൽ ടു ഡാഷ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. 1 മൈക്രോൺ, മൈക്രോൺ എന്ന് തന്നെ എഴുതണം, 1 mm എന്ന് എഴുതല്ലേ. 1 mm എന്ന് എഴുതി കഴിഞ്ഞാൽ 1 മീറ്ററേ വായിക്കത്തുള്ളൂ. അപ്പോൾ 1 മൈക്രോൺ ഈസ് ഈക്വൽ ടു 10⁻⁻6 മീറ്റർ ആയിരിക്കും. രണ്ട് ഹോംവർക്ക് കൂടെ തരികയാണ്. അത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. ചെക്ക് വെദർ the following equation is dimensionally correct. V is equal to square root of gm divided by r. ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ചെക്ക് ചെയ്തിട്ട് ഞാനെപ്പോഴും പറയാം, ഹോംവർക്ക് തരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ പിറ്റേ ദിവസം മുമ്പ് എനിക്ക് അയച്ചു തരണം. അതായത് ഇന്നിപ്പം 9 മണിക്ക് ക്ലാസ് കഴിയും, നാളെ 9 മണിക്ക് മുമ്പ് എനിക്ക് അയച്ചു തരാം. നാളെ ക്ലാസ് കാണത്തില്ല ചിലപ്പം. അല്ല, ഞാൻ പറഞ്ഞത് ജനറലി നമ്മൾ തിങ്കൾ, ബുധൻ, വെള്ളി, ശനി അങ്ങനെ എടുക്കുന്നത്. തിങ്കളാഴ്ച ഒരു ഹോംവർക്ക് തരുവാണെങ്കിൽ തൊട്ട് പിറ്റേ ദിവസം മുമ്പ് എനിക്ക് അയച്ചു തരിക. ഇനിയും അടുത്തൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. എ സ്റ്റുഡൻറ്റ് റൈറ്റ് equation for relativistic variation of mass with velocity. As equation m is equal to m0 എന്ന് പറയുമ്പോൾ സഫിക്സ് ആണ്, 0 സഫിക്സ് ആ താഴെ, m0 divided by square root of 1 minus x square by c square, where m0 എന്ന് പറയുന്നത് റെസ്റ്റ് മാസ്, അതേപോലെ തന്നെ c എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം. Find the dimension of x. ഇത് ആലോചിച്ചോണം. ഈ എക്സിൻ്റെ ഡയമെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എക്സിനെ ഒറ്റയ്ക്കാക്കണം, ബാക്കിയുള്ളവരെല്ലാം അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എക്സിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒരു ഇക്വേഷൻ ആക്കിയിട്ട് അതിനകത്ത് എല്ലാവരുടെയും ഡയമെൻഷൻ കൊടുത്തിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത്. എന്തായാലും എനിക്ക് അയച്ചു തരിക ചെയ്തിട്ട്. അതല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഹോംവർക്ക് എഴുതിക്കോ. എനിക്കൊന്നത് അലീഷ ചെയ്താണെന്ന് തോന്നുന്നു. ഒരു ഫ്രീക്വൻസിയുടെ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നോ? നോക്കട്ടെ സർ. Using principle of homogeneity,
പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. എനിക്കൊന്ന് ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നവരെ ഞാൻ ചെയ്യിപ്പിച്ചാന്ന് തോന്നുന്നു. ഹോമോജീനിറ്റി ചെക്ക് വെദർ ദ ഇക്വേഷൻ check whether the equation f is equal to 2 pi root of L by G is correct. ഇത് നിങ്ങൾ ചെയ്താണ്, ഇത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. സാർ ഇത് ചെയ്തേല്ലേ? ചേച്ചാണോ? ആ ഞങ്ങളെ ജയിപ്പിച്ചതാ. ആണോ? ഓക്കെ ഫൈൻ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ആ 2 ഹോംവർക്കേ ഉള്ളൂ. ഇങ്ങനെ ക്ലാസ് നിർത്താം. അപ്പോൾ അത് വൃത്തിക്ക് ഹോംവർക്ക് നാളെ തന്നെ എനിക്ക് കിട്ടണം കേട്ടോ, നാളെ വൈകിട്ട് എനിക്ക് കിട്ടണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത്. ഇനി വലുതായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയും ഉണ്ട് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എപ്പോഴും നമ്മൾ എൻ്റെ അടുക്ക 10ാം ക്ലാസ് ട്യൂഷൻ